Hi friends, welcome back to my channel. നമ്മൾ പാർട്ട് 2 ഇംഗ്ലീഷ് ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ വീഡിയോയിലേക്കാണ് വരുന്നത്. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്റ്റാമർ എന്ന ആ ഒരു ലെസൺ വരെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഈ ചാപ്റ്ററിൽ വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിലേക്കാണ് വരുന്നത്. ഇവിടെ വരുമ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുമ്പം അതൊരു ഇമെയിൽ ഡ്രാഫ്റ്റിംഗ് ആണ്. Question ഇതാണ്: adolescents falling victims to substance abuse and drugs abuse. Cases are growing in larger proportions, and draft an email to the editor of a national daily highlighting the abuse of drugs among adolescents and children. സോ ഇത്രയുള്ള കാര്യം നമ്മുടെ ആ ഒരു ഡ്രഗ് അബ്യൂസ് എന്ന ചാപ്റ്റർ റിലേറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആൻഡ് ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: നമ്മൾ ഒരു ലെറ്റർ ടു ദ എഡിറ്റർ എന്ന രീതിയിൽ പോലെ ഇമെയിൽ ടു ദ എഡിറ്ററാണ്. ഒരു നാഷണൽ ഡെയിലി, ഒരു ന്യൂസ് പേപ്പറിൽ ഒരു എഡിറ്റർക്ക് മെയിൽ അയക്കുക. ആൻഡ് ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അബ്യൂസ് ഓഫ് ഡ്രഗ്സ് എമംഗ് അഡോളസൻസ് ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്ന രീതിയിൽ ഒരു കാര്യം ന്യൂസ് പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നും പറഞ്ഞാണ് നമ്മൾ ഈ മെയിൽ അയക്കുന്നത്. സോ മെയിൽ അയക്കുമ്പം ഫ്രം ടു എന്ന രണ്ട് മെയിൽ അയക്കുക. മെയിൽ ഐ ഡി ഇവിടെ പറയുന്ന anil@anymail.com എന്നതിനേക്കാൾ സ്യൂട്ടബിൾ യു ക്യാൻ യൂസ് ലൈക്ക് anil@gmail.com. അതുപോലെ തന്നെ editor@gmail.com. ഓക്കെ, ഫ്രമും ടൂവും മെയിൽ ഐ ഡി കൊടുക്കുന്നു. അതിനുശേഷം സബ്ജക്റ്റ്: ഇൻക്രീസിങ് കേസസ് ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ് ഇൻ അവർ സ്കൂൾ ഏരിയ ആൻഡ് ദ ഇമ്മീഡിയറ്റ് ആക്ഷൻ റിഗാർഡിങ് ഇറ്റ്. ഓക്കെ, സോ ഇനി പറയാണ്. ഓക്കെ, it is very alarming that there are many strange looking youngsters who are roaming around our school. ഞങ്ങളുടെ സ്കൂളിന് ചുറ്റും കുറേ അധികം സ്ട്രേഞ്ച് ലുക്കിംഗ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ചുമ്മാ ഞങ്ങളുടെ സ്കൂളിന് റൗണ്ട്സ് ചെയ്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് അല്ലേ. എന്തിനു വേണ്ടിയാണ് അത് നടക്കുന്നത്? They look highly intoxicated and could be seen befriending my fellow friends and apparently aimed at introducing their drugs to our school students. അവരെ കാണാൻ തന്നെ വളരെയധികം ഒരു സ്ട്രേഞ്ച് അപ്പിയറൻസ് ആണ്. അതുപോലെ തന്നെ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലെ ബിഹേവിയർ രീതിയാണ് അവരുടെ. അതുപോലെ തന്നെ സ്കൂളിലെ എൻ്റെ തന്നെ കൂട്ടുകാരെ ആയിട്ട് ചങ്ങാത്തം കൂടാനോ അല്ലെങ്കിൽ അവരുമായിട്ട് പരിചയപ്പെടാനുള്ള സാഹചര്യങ്ങൾ അവരാൽ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അവരുമായിട്ട് ടോക്ക് ചെയ്യാനുള്ള സാഹചര്യം ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഡ്രഗ്സ് മറ്റു സ്കൂൾ കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി. ദ മെയ്ഡൻ ഡോസ് ഇസ് ഓഫൺ ഓഫേർഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. നമ്മൾ ഈ മെയ്ഡൻ വോയേജ് എന്ന് പറയുന്ന കൂട്ട് തന്നെ മെയ്ഡൻ ഡോസ് എന്ന് പറഞ്ഞാൽ ദ വെരി ഫസ്റ്റ് വൺ. ഓക്കെ, ഈസ് ഓഫേർഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. ആദ്യത്തെ പ്രാവശ്യം ഒരു ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ്, പൈസയൊന്നും കൊടുക്കണ്ട. ഓക്കെ, ഇറ്റ്സ് ടോട്ടലി ഫ്രീ. ആൻഡ് നോ സ്റ്റുഡൻറ്റ് വിൽ ടേൺ അവേ ആൻ ഓഫർ ദാറ്റ് ഇസ് ടോട്ടലി ഫ്രീ. അല്ലേ, നമ്മൾ പറയുന്ന തൊട്ട് എന്ത് കാര്യം ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടാന്ന് പറയത്തില്ലല്ലേ. ഫ്രീ ആണോ, എങ്കിലും ഓക്കെ പോരട്ടെ എന്നാണ് നമ്മളൊരു പൊതു രീതി അല്ലേ. പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ആകുമ്പോൾ നമ്മൾ ഫ്രീ ആണെങ്കിൽ പിന്നെ ഓക്കെ അല്ലേ, കയ്യിൽ നിന്ന് പൈസ ചിലവാക്കുന്നില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ നോ സ്റ്റുഡൻറ്റ് വിൽ ടേൺ അവേ ആൻ ഓഫർ ദാറ്റ് ഇസ് ടോട്ടലി ഫ്രീ. But what they reluctantly take on a first instance eventually becomes its addiction. അവർ ഈ ആദ്യത്തെ ഘട്ടങ്ങളിൽ ഫ്രീ ആയിട്ട് ഈ മേടിക്കുന്ന സാധനം അവരിൽ അഡിക്ഷൻ കൊണ്ടുവരാൻ ഉള്ള സാധ്യതയല്ല, അവരെ അഡിക്ഷൻ കൊണ്ടുവരുന്നു. And I'm petrified to know that there are more than a dozen addicts in our school. ഈ ഒരു വേർഡ് എന്ന് പറയുന്നത്, അതായത് ഞാൻ പേഴ്സണലി അറിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് ടെൻഷനും ഒരേ സമയം സങ്കടവും ഉണ്ട്. അതായത് എൻ്റെ സ്കൂളിൽ മോർ ദാൻ ഒരു ഡസൺ 12 കൂടുതൽ കുട്ടികൾ അഡിക്റ്റായി കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ഹു ഹാവ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് an unholy alliance with these roaming miscreants. ഈ റോമിങ് ചെയ്യുന്ന ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് ഓൾറെഡി ഇവർ ഇത്രയും പേരും കണക്റ്റ് ആയിരിക്കുന്നു എന്നതാണ് മറ്റൊരു വലിയ കാര്യം. ഓക്കെ, and frequent fights, abusing name calling and even fist fights erupt among them. അതുപോലെ ഈ അഡിക്റ്റായ വ്യക്തികൾ ഭയങ്കര വയലൻ്റ് ആവുകയും അതുപോലെ തന്നെ പല അബ്യൂസ് ചെയ്യുന്ന നെയിമിൽ വിളിക്കുകയും. ഫിസ്റ്റ് ഫൈറ്റ് മീൻസ് ജസ്റ്റ് നമ്മൾ പഞ്ച് പിടിക്കുക എന്നൊക്കെ പറയല്ലേ, അതുകൂട്ടുള്ള ഫിസ്റ്റ് ഫൈറ്റും എല്ലാം അവരുടെ ഇടയിൽ കൊണ്ടുവരുന്നത്. പഞ്ച് പിടിക്കുക ഇസ് ജസ്റ്റ് എ നോർമൽ തിങ്. പക്ഷേ എല്ലാം ഒരു ഗെയിം എന്ന രീതിയിൽ നിന്ന് പുറമേ ആയിട്ട് ഒരു വയലൻസിലേക്ക് പോകുന്നു. And I urge you to take up this issue and publish it in your newspaper. And ഈ ഒരു ഇഷ്യൂ
നിങ്ങളിത് മുഖവിലയ്ക്ക് എടുക്കുകയും ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. ആൻഡ് ദിസ് ക്യാൻ അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ദ അതോറിറ്റീസ് ആൻഡ് മേ എൻകറേജ് ദം ടു അപ്രിഹെൻഡ് ദ ഒഫൻഡേഴ്സ് ആൻഡ് ഇനിഷിയേറ്റ് ഫ്രീക്വൻറ്റ് പെട്രോളിംഗ് ഓഫ് ദ സ്കൂൾ ഏരിയ. അപ്പം അങ്ങനെ ന്യൂസ് പേപ്പറിൽ ഇങ്ങനൊരു റിപ്പോർട്ട് വരുമ്പോൾ തീർച്ചയായും നമ്മുടെ വേണ്ടപ്പെട്ട അതോറിറ്റീസ് ഉണരുകയും പെട്രോളിംഗ് സ്കൂൾ ഏരിയയിൽ പെട്രോളിങ്ങും അതുപോലെ തന്നെ വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യും. സോ താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് അശ്വിനി, യുവർ നെയിം. ഓക്കെ, വാട്ട് എവർ. ഇവിടെ ഒരു ജസ്റ്റ് പറഞ്ഞാൽ anil@anymail.com എന്നാണ് ഈ അശ്വിനി അയക്കുന്നത്. ഓക്കെ, സോ അതിലൊരു കൺഫ്യൂഷനുണ്ട്. ജസ്റ്റ് അത് നമ്മൾ ആ ഒരു ആപ്റ്റ് രീതിയിൽ ചെയ്യണം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡോക്ടർ ഹാർഡൻ ബി ജോൺസ്, അതാണ് ഈ ഒരു ചാപ്റ്റർ എഴുതിയിരിക്കുന്ന വ്യക്തി, ഓതർ, presents the harmful effects of sensual drugs on the human body in his article Dangers of Drug Abuse. Prepare an essay highlighting the consequences of drug addiction. സോ ഇപ്പോൾ ഡ്രഗ് അഡിക്ഷൻ്റെ എസ്സേ മാത്രമല്ല വരുന്നത്, അതുപോലെ തന്നെ ഈ ക്യാഷ് ക്രോപ്സ്, ഫുഡ് ക്രോപ്സ് ആ സംഭവങ്ങളുണ്ട്. അതുപോലെ ഫ്രണ്ട്സ്, നമ്മുടെ അമിഗോ ബ്രദേഴ്സിൽ നിന്ന് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്കിൽ വരും. അതുപോലെ അവർ ഓഫ് ട്രൂത്ത് എന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ ഫ്രണ്ട്ഷിപ്പിനെ, അതിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലേ, അവർ ഓഫ് ട്രൂത്തിലെ ഫ്രണ്ട്ഷിപ്പും ഗ്രഷമും അതുപോലെ തന്നെ ബാൽവിനും, ആ ഒരു ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ അമിഗോ ബ്രദേഴ്സിലെ ഫ്രണ്ട്ഷിപ്പ് തമ്മിലുള്ളൊരു കോൺട്രാസ്റ്റ് ചോദിക്കുന്നതുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. So in connection with the Anti-Narcotics Day, your school is holding an elocution competition on the topic drug abuse. പിന്നെയും ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പീച്ച് തയ്യാറാക്കുക എന്നതാണ്. സോ ഡ്രഗ്സിൻ്റെ എന്താണ് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. ഇതിൽ പറയുകയാണെങ്കിൽ ഡ്രഗ് അഡിക്റ്റിന് കുറേയധികം സെൻസറി ഡിപ്രിവേഷൻ ഉണ്ട്. ലോങ് ടേം ദ എഫക്ട്സ് ഓഫ് യൂസിങ് ഇല്ലീഗൽ ഡ്രഗ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു, ഷോർട്ട് ടേം എഫക്ട് ആൻഡ് ലോങ് ടേം എഫക്ട്. The short-term effects are reduced ability to think clearly, tendency to commit crimes, getting involved with the underworld, and a risk of overdose. Long-term effect എന്ന് പറയുമ്പോൾ സൂയിസൈഡ് ടെൻഡൻസി തോന്നും, സ്വന്തം ശരീരം തന്നെ ഹാം ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി, അതുപോലെ തന്നെ ഡ്രഗിന് യൂസേജ് കൂടുക, അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻഷിപ്സിൽ ഡാമേജ് ചെയ്യും, എഡ്യൂക്കേഷനിലും എംപ്ലോയ്മെൻറ്റിലും എല്ലാം. ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ജോലി ശ്രദ്ധിക്കാൻ കഴിയില്ല, പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ പഠിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. It is high time that we put an end to this menace. So, ഇതിനെല്ലാം ഒരു എൻഡ് വരുത്തുക എന്നത് വളരെയധികം നാൾ കൊണ്ടുള്ള കാര്യമാണ്. അതായത് ഇറ്റ് ഇസ് ഹൈ ടൈം, അതായത് എത്രയും പെട്ടെന്ന് ചെയ്യുക, കാരണം ഇത് ഒരുപാട് സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് NGOs. ഇനി ആർക്കൊക്കെ എന്തൊക്കെ വൈറ്റൽ റോൾ പ്ലേ ചെയ്യാം? നാഷണൽ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് ഈ NGO. അതുപോലെ തന്നെ പാരൻസിനും ടീച്ചേഴ്സിനും എല്ലാം ഒരു വൈറ്റൽ റോള് ഈ ഒരു പ്രോബ്ലം കൺട്രോൾ ചെയ്യുന്നതിൽ ചെയ്യാൻ കഴിയും. ആൻഡ് ദ പോലീസ് ഷുഡ് അറസ്റ്റ് ദ ഡ്രഗ് ഡീലേഴ്സ് ആൻഡ് ദസ് ദ സൊസൈറ്റി ആൻഡ് ദ നേഷൻ ആൻഡ് ദ ഹോൾ വേൾഡ് വിൽ ബി സേവഡ് ഫ്രം ദ ഗ്രേറ്റ് കലാമിറ്റി. ഇത്രയാണ് ആ ഒരു കാര്യം. അടുത്ത പിന്നെയും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കുക. സേവിങ് ദ യൂത്ത് ഫ്രം ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അഡിക്ഷൻ ഹാസ് ബിക്കം ദ നീഡ് ഓഫ് ദ അവർ. ആസ് എ വോളണ്ടിയർ ഓഫ് ദ Anti-Narcotic Club, prepare a speech to be present at the school assembly on the topic drug abuse among teenagers, causes and effect. അതുപോലെ അതേ വർഷം മോഡൽ എക്സാം ചോദിച്ചത് ഡാമേജ് ടു ദ ബ്രെയിൻ ഹൗവർ ഇസ് ദ മോസ്റ്റ് സബ്റ്റിൽ, മോസ്റ്റ് ഓഫൺ അൺറെക്കഗ്നൈസ്ഡ് ആൻഡ് ലീസ്റ്റ് അണ്ടർസ്റ്റുഡ്. പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ദ ടോപ്പിക് ഹസാർഡ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. സോ ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കുക. മോഡലിന് ചോദിച്ചത് ഒരു എസ്സേ എഴുതുക, ഹസാർഡ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഫൈനൽ എക്സാമിന് ചോദിച്ചത് സ്പീച്ച് തയ്യാറാക്കുക, ഡ്രഗ് അബ്യൂസ് എമംഗ് ടീനേജേഴ്സ്. ഓക്കെ, അപ്പോൾ എസ്സേ ആയാലും സ്പീച്ച് ആയാലും ടോപ്പിക് നോക്കുക ഡ്രഗ് അബ്യൂസ് എമംഗ് ടീനേജേഴ്സ് ആണ്. സോ അത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മോഡൽ എക്സാമും ഫൈനലും തമ്മിലുള്ള റിലേഷൻ വരുന്നത്. ഓക്കെ, സോ സ്പീച്ച്, എസ്സേ റൈറ്റിംഗ് എന്നതിനൊക്കെ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനുള്ളത്. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറയുന്നു 1000% ഷുവറിറ്റി പറയുന്നു, എന്തായാലും ഡ്രഗ് അബ്യൂസ് എന്ന ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ഒരു സ്പീച്ച് അല്ലെങ്കിൽ എസ്സേ സംതിങ് റിലേറ്റഡ് ഈ പറഞ്ഞ കണ്ടൻറ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരും. എന്തായാലും ഇത് നോക്കി വെച്ചിരിക്കുക. അടുത്ത് നമ്മുടെ അവർ ഓഫ് ട്രൂത്ത് എന്ന അവറല്ല, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ഓക്കെ, പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, കുറച്ച് തമാശയാണല്ലേ ആ ഒരു കഥ. എക്സാക്ട്ലി കുറേ ഹ്യൂമറസ് ഇൻസിഡൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിലെ ഹ്യൂമറസ് ഇൻസിഡൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പം അസിസ്റ്റൻറ്റും ആ ഡഫ് കേൾക്കാൻ പറ്റാത്ത ആളും തമ്മിലുള്ള കോൺവെർസേഷൻ അല്ലേ. ബുക്ക് എന്ന് പറയുമ്പോൾ കുക്ക് എന്നാണ് ആൾ കേൾക്കുന്നത്,
ഉള്ള പല കാര്യങ്ങളും ഭയങ്കര ഹ്യൂമറസ് ആണ്. അതുപോലെ ബർട്ടിയും ആ കുട്ടിയും അയാളുടെ അമ്മയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ഭയങ്കര വികൃതിയായിട്ടുള്ള കുട്ടിയാണ് ബർട്ടി, ആ ഒരു കോൺവെർസേഷൻ. അതുപോലെ തന്നെ പാഴ്സലിൻ്റെ ഡിസ്ട്രക്ഷൻ, അതും ഭയങ്കര വെള്ളത്തിലൊക്കെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് അതിനകത്തൊക്കെ മുക്കി, ആ ബോംബ് ക്ലോക്കായിരുന്നു സംഭവം, പക്ഷേ ബോംബാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ വെള്ളത്തിൽ എടുത്തിടുന്നതും. അതുപോലെ തന്നെ ഈ ഒരു ക്ലോക്കിൻ്റെ ഡാമേജ് അവസാനം ആ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അസിസ്റ്റൻ്റോട് പറയുക, ഇതിലും ഭേദം ഞാൻ ആനിമലിൻ്റെ ഡിസ്പെൻസറി പോവാണ്, കാരണം ആനിമൽസ് എന്തായാലും ഇത്രയും മണ്ടന്മാരൊന്നും ആയിരിക്കത്തില്ല ഇതുപോലെ. കാരണം നമ്മുടെ അസിസ്റ്റൻ്റ് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഓരോ വ്യക്തികൾ വന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴും ആൾ ഭയങ്കര ഒരു കൈൻഡായിട്ടാണ് ടോക്ക് ചെയ്യുന്നത്. പക്ഷെ ഒടുവിൽ ആ ടൂറിസ്റ്റ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത് ഈ അസിസ്റ്റൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് പറയും ഇതിലും ഭേദം ഞാൻ ഇവിടുത്തെ ജോലി രാജിവെച്ചിട്ട് അവിടെ പോകുന്നതാണ്, ഞാൻ പോകുകയെന്നും പറഞ്ഞ് പോകുന്ന ഒരു ക്ലൈമാക്സ് ആണ്. അപ്പോൾ ഒരു നമുക്ക് അവരോടൊരു സോഫ്റ്റ് കോർണർ തോന്നുമെങ്കിലും ഓൺ ദ സെയിം ടൈം സോ ആ ഹ്യൂമറസ് ഇൻസിഡൻസ് ഒക്കെ അങ്ങനെ നോക്കി വെക്കുക. അടുത്ത ഡിസ്കസ് ദ റെലവൻസ് ഓഫ് ദ തീം, ആപ്റ്റ്നെസ് ഓഫ് ദ ഡയലോഗ് ആൻഡ് സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ. ഇനി ആ ഒരു ഡയലോഗും സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക എന്നതാണ്. അപ്പോൾ ദ തീം ഓഫ് ദ പ്ലേ. The theme of the play is a need to have a sound sense of humor in this modern hectic world to cope up with the tension and tedium of a busy life. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് കുറേയധികം ഭയങ്കര ടെൻഷനും ഈ ബിസി വേൾഡ്, ഫുൾ സ്ട്രെസ്സുള്ള ഈ വേൾഡിൽ നമുക്കൊരു ഹ്യൂമറിൻ്റെ ആ ഒരു സെൻസ് നമുക്ക് തരികയാണ് ഈ ഒരു പ്ലേ. ഓക്കെ, ആൻഡ് the incidents of the play revolves around a post office and the people who come to the post office. ഫുൾ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഓഫീസും അതിൽ വരുന്ന ആൾക്കാരും അതുമായിട്ട് ചുറ്റപ്പെട്ട ഒരു സാഹചര്യമാണ് മൊത്തത്തിൽ. ആൻഡ് എക്സെപ്റ്റ് ഫോർ ദ ക്ലൈമാക്സ് ഇറ്റ് ഇസ് ദ ഡയലോഗ്സ് ഓഫ് ദ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് വിച്ച് ക്രിയേറ്റ് ഹിലേറിയസ് മൊമെൻറ്റ്സ്. ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കി ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അസിസ്റ്റൻറ്റിൻ്റെ ആ പറച്ചിൽ കേൾക്കുമ്പോൾ നമുക്കൊരു സോഫ്റ്റ് കോർണർ തോന്നും അല്ലേ. ആ ഒരു ക്ലൈമാക്സ് മാറ്റി ബാക്കി എല്ലാ ഡയലോഗും ഭയങ്കര കോമഡി ആയിട്ടാണ് നമുക്ക് ഫീൽ ആവുന്നത്. And the play includes so many humorous dialogues, and the dialogue between the assistant and the deaf old gentleman, the dialogue between Bertie and his mother, Mrs. Higgins, are some of the examples of humorous dialogues. And these dialogues make the play an interesting one. These dialogues are interesting one. The title of the play is also a suitable one. Title is very suitable. The time of the play is Christmas, and the play takes place in a post office. So some of the characters have come to the post office for posting the parcels and presents for Christmas. The climax of the play is also related to such a parcel. So the title is very suitable for the play. So the title Post Early for Christmas is ഈ ഒരു ഗെയിം അല്ലെങ്കിൽ ഈ ഒരു ഡ്രാമ നടക്കുന്നത് ക്രിസ്മസ് ടൈമിലാണ്. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. സോ അതുപോലെ തന്നെ പാഴ്സൽസും കാര്യങ്ങളും ഒക്കെയാണ്. അതിൻ്റെ ക്ലൈമാക്സ് വരെ ഒരു പാഴ്സലിൻ്റെ ആ ഒരു ഡിസ്ട്രക്ഷനിലൂടെയാണ് തീരുന്നത്. സോ എങ്ങനെയൊക്കെ പോയാലും പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന ടൈറ്റിൽ വളരെയധികം ആപ്റ്റാണ്. ഇനി ഒരു പ്ലേയുടെ റിവ്യൂ പറയുമ്പം ദ പ്ലേ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് ഇസ് റിട്ടേൺ ബൈ R.H. Wood. എഴുതിയ വ്യക്തിയുടെ പേര് R.H. Wood. ആൻഡ് ഇറ്റ് ഇസ് എ ഹ്യൂമറസ് പ്ലേ. വളരെ തമാശയുള്ളൊരു ഇതാണ്. ആൻഡ് ബട്ട് ഇറ്റ് ഓൾസോ ഗീവ് us a message that one should act without thinking. One should not act without thinking. ഓക്കെ, അതായത് ഒരു മോറലും കൂടെ നമുക്ക് തരുന്നു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് തരുന്നു, അതായത് ചിന്തിക്കാതെ പ്രവർത്തിക്കരുത് എന്നൊരു മോറൽ അല്ലേ. R.H. Wood is a British dramatist, and he is chiefly remembered for his one-act play Post Early for Christmas. His plays are well known for the simplicity of language, dramatic settings, and subtle presentation of stock characters. ദ ആക്ഷൻ ഓഫ് ദ പ്ലേ, ആദ്യം R.H. വുഡിനെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ആളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വൺ ആക്ട് പ്ലേ ആണ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ഇനി അടുത്തെന്ന് പറയാന്ന് വെച്ചാൽ ദ ആക്ഷൻ ഓഫ് പ്ലേ ടേക്സ് പ്ലേസ് ഇൻസൈഡ് എ സ്മോൾ പോസ്റ്റ് ഓഫീസ് ഇൻ ആൻ ഇംഗ്ലീഷ് വില്ലേജ് ആൻഡ് സെൻറ്റേഴ്സ് അറൗണ്ട് എ പാഴ്സൽ ദാറ്റ് ഇസ് മിസ്റ്റേക്കൺ ഫോർ എ ടൈം ബോംബ്. ഒരു ടൈം ബോംബാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു പാഴ്സലിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഫുൾ പ്ലേ നടക്കുന്നത്. And there are 10 characters in this play. ഈ 10 ക്യാരക്ടേഴ്സ് ഉണ്ട്. ക്യാരക്ടേഴ്സ് ആണ് യങ് ലേഡി അസിസ്റ്റൻറ്റ്, മിസ്സസ് സ്മിത്ത്, മിസ്സസ് ജോൺസ്, ഡെഫ് ഓൾഡ് ജെന്റിൽമാൻ, ഫാമർ. അദ്ദേഹമാണ് ഈ കഥ മൊത്തത്തിൽ കുളമാക്കുന്നത് അല്ലേ. ആളാണ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ആളാണ് ഈ ടൈം ബോംബിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു വരുന്നത്. ആൻഡ് ഫുസ്സി ഓൾഡ് ലേഡി, അവരുടെ ഒരു ക്യാറ്റ് എന്നും പറഞ്ഞ് അവർ ആനിമൽ ക്ലിനിക്കാന്നും പറഞ്ഞ് തെറ്റിദ്ധരിച്ചാണ് പോസ്റ്റ് ഓഫീസിൽ വരുന്നത്. അതുപോലെ മിസ്സസ് ഹിഗിൻസ്, ഒരു നോട്ടി ചൈൽഡ്. ബർട്ടി
അത് അല്ല സോറി മിസ്സസ് ഹിഗിൻസ് ആൾക്കൊരു നോട്ടി ചൈൽഡ് ഉണ്ട്. ആ നോട്ടി ചൈൽഡിൻ്റെ ക്യാരക്ടർ കാരണം ഇവർ ഭയങ്കരമായിട്ട് ആംഗ്രി ആയിട്ടിരിക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. ബേർട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര വികൃതിയായിട്ടൊരു കുട്ടി ചെറുക്കനെയാണ് കാണിക്കുന്നത്. കുറേ അധികം ഗ്രാമർ മിസ്റ്റേക്സ് സംസാരിക്കുന്നതിൽ വരുത്തുന്നത്, അതുപോലെ ഫോറിൻ ടൂറിസ്റ്റിൻ്റെ ആക്സെൻറ്റും കാര്യങ്ങളെല്ലാം. പോലീസ്മാൻ എന്ന് പറയുന്ന മറ്റൊരു ക്യാരക്ടറാണ്. ലാസ്റ്റ് ടൈമിലാണ് വരുന്നെങ്കിലും ആളുടെ ലീഗൽ ഡ്യൂട്ടീസിൻ്റെ കാര്യങ്ങളെല്ലാം ബിസിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെ പോയാലും ഈ 10 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഫുൾ ടോട്ടലി ഓരോരുത്തരുടെ റോള് സെറ്റായിട്ട് ചെയ്യുന്നു അല്ലേ. അത് നമ്മൾ റിവ്യൂ എഴുതുമ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. And each character has his or her own specialities. The dialogue between the assistant and the default gentleman, the dialogue between Bertie and his mother, Mrs. Higgins, etc., make the play a humorous one. The climax of the play is evolved out by a mistake made by the characters in the play, and the play takes place at a post office, and there are some people inside the post office. A foreign tourist comes there with a parcel, and the people inside the post office hear a ticking sound. ക്ലോക്കിൽ നിന്ന് ടിക് ടിക് എന്ന സൗണ്ട് കേട്ടു, പക്ഷേ അത് ടൈം ബോംബ് വന്ന് മിസ്റ്റേക്ക് ചെയ്യുന്നു. ആൻഡ് ഈ ഇൻസിഡൻറ്റ് പ്ലേയുടെ ക്ലൈമാക്സിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്ലേയുടെ ടൈറ്റിൽ വളരെ സ്യൂട്ടബിൾ ആണ്. ഒരു മെസ്സേജ് തരുന്നതെന്ന് പറഞ്ഞാൽ വൺ ഷുഡ് നോട്ട് ആക്ട് ഇൻ ഹേസ്റ്റ് ആൻഡ് വിതൗട്ട് തിങ്കിങ്. തിടുക്കത്തിലൊന്നും ചെയ്യാൻ പാടില്ല, ചിന്തിക്കാതെ പ്രവർത്തിക്കരുത് എന്നാണ് മെസ്സേജ്. ആൻഡ് ഓൾസോ ടെൽസ് us that not to believe the words of others blindly. ഒരാൾ പറയുന്ന ആഹാരങ്ങളെ കണ്ണടച്ച് അന്ധമായിട്ട് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ആൻഡ് വി ഹാവ് ടു ഹാവ് ദ എബിലിറ്റി ടു അനലൈസ് ദ സിറ്റുവേഷൻസ് കറക്റ്റ്ലി, ആൻഡ് ദ ലാംഗ്വേജ് ഓഫ് ദ പ്ലേ ഈസ് സിമ്പിൾ, ദ സെറ്റിംഗ് ഓഫ് ദ പ്ലേ ഈസ് ഓൾസോ ഗുഡ്, ആൻഡ് ഇറ്റ് ഇസ് എ വെരി ഗുഡ് പ്ലേ. അടുത്തത് ദിസ് ഇസ് ഗോയിങ് ടു ഹാർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന ഒരു ചാപ്റ്ററാണ്. ഞാൻ മറ്റേ ചാപ്റ്ററിൻ്റെ എല്ലാ മെയിൻ കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ, സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുമ്പം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ജസ്റ്റ് ഉള്ളടക്കം മനസ്സിലാക്കി വെക്കുക. ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ കഴിയും. ആൻഡ് ഫൈൻഡ് ഔട്ട് മോർ ഇൻസ്റ്റൻസസ് ഓഫ് എക്സാജറേഷൻസ് ഇൻ ദ പോയം. ദിസ് ഈസ് ഗോയിങ് ടു ഹാർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുന്നത് പോയറ്റായ ഓഗ്ഡൻ നാഷ് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ആൾക്കുണ്ടാവുന്ന ഫീലിങ്ങും കാര്യങ്ങളും കുറച്ച് എക്സാജറേഷനിലൂടെ പറയുകയാണ്. അപ്പോൾ സം ടോർച്ചേഴ്സ് ആർ ഫിസിക്കൽ ആൻഡ് സം ആർ മെൻ്റൽ, ബട്ട് ദ വൺ ദാറ്റ് ഈസ് ഡെൻ്റൽ, ദാറ്റ് ഈസ് ബോത്ത് ഇസ് ഡെൻ്റൽ. ചില ടോർച്ചേഴ്സ് ഫിസിക്കലും ചിലത് മെൻ്റലുമാണ്, എന്നാൽ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ഡെൻ്റൽ. Your fingernails are making serious alterations in your lifeline or love line or some other important line in your palm, and your mouth is like a section of road that is being worked on. The dentist may be a bear. He coats your mouth from cellar to roof, and this is something that I suspect is generally used to put a shine on a horse hoof. The fact that man has to go continually to the dentist to keep his teeth in good condition when the chief reason is to escape going to the dentist. So പോയത്തിൽ കുറേ അധികം എക്സാജറേഷൻ പറയുന്ന കാര്യങ്ങളാണ് ഇത്രയും ലൈൻസ്. അതായത് ഫസ്റ്റ് പറയുന്നത് ചിലത് ഫിസിക്കലി ചിലത് മെൻ്റലാണ്, രണ്ടും കൂടെ വരുന്നത് ഡെൻ്റലാണ്. അതുപോലെ നമ്മുടെ ഫിംഗർ നെയിൽസിന് കുറേ അധികം ഓൾട്രേഷൻസ് വരുത്താൻ കഴിയും. നമ്മുടെ കയ്യിലെ രേഖകളിനെ കുറിച്ചാണ് പറയുന്നത്, ലൈഫ് ലൈൻ, ലവ് ലൈൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓൺ യുവർ പാം. അതുപോലെ മൗത്ത് എന്ന് പറയുന്നത് നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വാ തുറന്നാണല്ലോ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു റോഡിൻ്റെ ഒരു സെക്ഷൻ വർക്ക് നടക്കുന്ന സെക്ഷൻ കൂട്ടാണ് നമ്മൾ വാ തുറന്ന ആ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ഇരിക്കുന്നത് എന്ന് പറയുന്നു. അതിന് ഡെൻറ്റിസ്റ്റ് ഒരു കരടീനെ കൂട്ടിരിക്കുന്നു എന്ന് പറയുന്നു. കാരണം എന്താണ്, നമ്മൾ വാ തുറന്ന് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഡെൻറ്റിസ്റ്റിൻ്റെ ആ ഒരു ഫേസ് നമ്മുടെ അടുത്തോട്, അത് നമ്മുടെ മുഖത്തിൻ്റെ അടുത്തോട് വരുമ്പം ആളുടെ മുഖം ഭയങ്കര വലുതായിട്ട് എൻലാർജ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതൊരു കരടീനെ കൂട്ട് നമുക്ക് തോന്നും എന്നാണ് പറയുന്നത്. ആൻഡ് ഹി കോട്ട്സ് യുവർ മൗത്ത് ഫ്രം സെല്ലാർ ടു റൂഫ്. എല്ലാ സ്ഥലത്തുനിന്നും നമ്മുടെ മൗത്തിന് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കും ഡെൻറ്റിസ്റ്റ്. ആൻഡ് യൂസ് ടു പുട്ട് ഓൺ ഷൈൻ ഓൺ എ ഹോഴ്സ് ഓഫ്. ഓക്കെ, എന്നിട്ട് എന്തൊക്കെയോ നമ്മുടെ വായിലൊക്കെ എടുത്ത് സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ പോയോ പിന്നെ നമുക്ക് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് പിന്നെ ഇറങ്ങാൻ നേരം കാണില്ല എന്നൊരു കാര്യമാണ് പറയുന്നത്. ഒരു ഫാക്റ്റാണ് അല്ലേ. പിന്നെ എന്തെങ്കിലും കാര്യത്തിന് എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കും, കാരണം എന്തോ പണി ചെയ്യുന്നുണ്ട് അല്ലേ. ചുമ്മാ ജസ്റ്റ് കിഡിങ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതൊക്കെയാണ് ആ പോയത്തിൽ പറയുന്നത്. ആൻഡ് ഫൈൻഡ് ഔട്ട് ദ സിമിലീസ് യൂസ്ഡ് ഇൻ ദ പോയം. പോയത്തിൽ യൂസ് ചെയ്ത സിമിലീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സിമിലീസ് എന്ന് പറയുന്നത് ലൈക്ക് എന്ന വേർഡോ അതുപോലെ തന്നെ ആസ് എന്ന വേർഡോ യൂസ് ചെയ്യുന്ന എല്ലാം സിമിലീസ് ആണ്. ഓക്കെ, ഫിഗർ ഓഫ് സ്പീച്ച് സിമിലീസ് ആണ്. യുവർ മൗത്ത് ഇസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് ദാറ്റ് ഇസ് ബീങ് വർക്ക്ഡ് ഓൺ. The dentist may be a bear, or as the Romans used to say. So similes അതാണ്. ആൻഡ് ഇനി ആ ഒരു പോയത്തിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ നോക്കാം. The poem This is Going to Hurt Just a Little Bit is written by American poet Frederick Ogden Nash.
ആൻഡ് ഹീ ഈസ് വെൽ നോൺ ഫോർ ഹിസ് ഹ്യൂമറസ് പോയം. ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള പോയത്തിനെ വേണ്ടി പോയത്തിലാണ് ആൾ കൂടുതലും ഫേമസ് ആയിട്ടുള്ളത്, ഓഗ്ഡൻ നാഷ്. ആൻഡ് ഈ ഒരു പോയം ഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ ആണ് ഇതിൻ്റെ പോയറ്റിൻ്റെ എക്സ്പീരിയൻസ് വൈൽ സിറ്റിംഗ് ഇൻ എ ഡെന്റിസ്റ്റ് ചെയർ. An exaggeration is one of the poetic devices used in the depicting humor. അപ്പോൾ poetic devices യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ എക്സാജറേഷൻ എന്ന poetic device ആണ് ഹ്യൂമർ ഡെപിക്റ്റ് ചെയ്യാൻ വേണ്ടി ആൾ പോയിറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻ ദിസ് പോയിന്റ് ദ പോയിറ്റ് യൂസസ് സോ മെനി സച്ച് ഇൻസ്റ്റൻസസ്. കുറേ അധികം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ ആൾ യൂസ് ചെയ്ത ഇൻസ്റ്റൻസസ് ആണ്. And through this poem, he describes his unpleasant experience of sitting in a dentist chair. And he says that there are so many tortures. Some are physical and some are mental. But the one that is both is dental. കുറേ അധികം ഫിസിക്കലും മെൻ്റലും ആയിട്ടുള്ള ടോർച്ചറൊക്കെ തോന്നുന്നു. അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഡെന്റിസ്റ്റ് ചെയറിന് മുമ്പിൽ ഇരിക്കുന്ന സമയത്ത്. അതുപോലെ ഡെന്റിസ്റ്റ് ഈസ് ഈവൻ കമ്പയർ ടു ഡെന്റിസ്റ്റിനെ ബിയർ എന്ന് കമ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഫ് യു വോണ്ട് ടു കീപ് യുവർ ടീത്ത് ഇൻ എ ഗുഡ് കണ്ടീഷൻ ഇറ്റ് ഇസ് ബെറ്റർ നോട്ട് ടു ഗോ ടു ദി ഡെന്റിസ്റ്റ്. എന്നിട്ട് പറയുന്നുണ്ട് ഗുഡ് കണ്ടീഷനിൽ പല്ല് വെക്കണമെങ്കിൽ കഴിവതും ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പോയാൽ പിന്നെ അവിടെ നിറങ്ങാൻ നേരം കാണില്ലേ, എപ്പോഴും നമ്മൾ മാസം തോറും ഇങ്ങനെ പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. ആൻഡ് ദ പോയിറ്റ് യൂസസ് സം എക്സാജറേഷൻസ് ഫോർ ഹ്യൂമർ. കുറച്ച് എക്സാജറേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഹ്യൂമറിന് വേണ്ടി. യുവർ മൗത്ത് ഈസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ് ദാറ്റ് ഇസ് ബീങ് വർക്ക്ഡ് ഓൺ. ഡെന്റിസ്റ്റ് മേ ബി എ ബിയർ. ഹി കോട്ട്സ് യുവർ മൗത്ത് ഫ്രം സെല്ലാർ ടു റൂഫ് വിത്ത് സംതിങ് ദാറ്റ് ഇസ് യൂസ്ഡ് ടു പുട്ട് എ ഷൈൻ ഓൺ എ ഹോഴ്സ് ഹൂഫ്. അതിൻ്റെ പോയിന്റ് യൂസസ് സം സിവിലീസ് ഓൾസോ. അപ്പോൾ പോയത്തിൻ്റെ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിഗർ ഓഫ് സ്പീച്ച്, അതിൻ്റെ മോഡ് ഓഫ് ടോക്കിങ്, ലാംഗ്വേജ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് മാർക്കിനനുസരിച്ച്. ഓക്കെ, യു മൗത്ത് ഇസ് ലൈക്ക് എ സെക്ഷൻ ഓഫ് റോഡ്, അതിന് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ റൈമിംഗ് വേർഡ്സ് ഉണ്ട്, ഓപ്പൺ, ഹൂപ്പൺ, മെൻ്റൽ, ഡെൻ്റൽ, കാം, പാം, ഡിഗ്നിറ്റി എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഓൾ ദിസ് പോയറ്റിക് ഡിവൈസസ് ഇൻക്രീസസ് ദി ബ്യൂട്ടി ഓഫ് ദ പോയം. എല്ലാം ആ ഒരു പോയത്തിൻ്റെ ഭംഗി കൂട്ടി. ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ പോയം ഈസ് ക്വൈറ്റ് ഇൻഡിഫറെൻറ്റ് ഫ്രം അതർ പോയം. മോസ്റ്റ് ഓഫ് ദ ലൈൻസ് ആർ ഇൻ ദ ഫോം ഓഫ് ലോങ് സെൻറ്റൻസ്. വലിയ സെൻറ്റൻസിൻ്റെ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് ദ പോയറ്റ് യൂസസ് സിമ്പിൾ വേർഡ്സ് ആസ് സോ വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദ പോയം. ആൻഡ് അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസ് ഇസ് ഹ്യൂമറസ്ലി ഡെപിക്റ്റഡ് ത്രൂ ദിസ് പോയം. ഒരു അൺപ്ലസൻ്റ് ആയുള്ള എക്സ്പീരിയൻസ് വളരെ തമാശ രൂപീകരണത്തിലൂടെയാണ് ഓഗ്ഡൻ നാഷ് ഈ ഒരു പോയം അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് പോയം ടു ബി എൻജോയ്ഡ് വിത്ത് എ ലൈറ്റ് ഹാർട്ട്. At the comment on the aptness of the title of the poem, this is going to hurt just a little bit. Comment on the aptness of the poem, think and write. Yes. എന്തൊക്കെയാണ് അതിൻ്റെ ആപ്റ്റ്നെസ്? ദിസ് ഇസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്ന ഒരു നെയിം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ആപ്റ്റ്നെസ് അത് മോഡൽ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദെൻ അതാണ് ആ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ഇർഫൻ അലംത്തിൻ്റെ ഈ ഒരു ചാപ്റ്റർ 3 വീൽഡ് റവല്യൂഷൻ എന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആളൊരു ബിസിനസ് ബാസിഗർ എന്ന ഷോയിൽ പങ്കെടുത്തു എന്ന കാര്യങ്ങളൊക്കെയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. റീഡ് ദ ഫോളോയിങ് പാസേജ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്സ്. സോ ഇത് ഗ്രാമറാണ് പറയുന്നത്. ഫ്രേസൽ വെർബ്സ് യൂസ് ചെയ്യുക. ഇർഫൻ അലം വാണ്ട് എ ബിസിനസ് ബാസിഗർ ഷോ ഇൻ 2006 ബട്ട് ഹി turned down their offer of rupees 150 lakhs. Instead he set up the business himself. So ഇത് മാർച്ച് 2021 ആ ചോദിച്ചതാണ്. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പാസേജ് തന്നിട്ട് അതിൽ എന്താണ് ബ്ലാങ്ക് സ്പേസസ് ഫില്ല് ചെയ്യുക വിത്ത് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്സ്. ഓക്കെ, അടുത്ത ഇർഫാൻ അലം വിസിറ്റഡ് യുവർ സ്കൂൾ ആൻഡ് ഇൻവൈറ്റഡ് സജഷൻസ് ഫ്രം യു ടു മോഡിഫൈ സൈക്കിൾ റിക്ഷ ഡ്രാഫ്റ്റ് 2 സജഷൻസ്. ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞ 2 സജഷൻസ് നമ്മുടെ ഫ്രം ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യുക എന്നത് പല സ്ഥലത്തും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ സജസ്റ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുപോലെ സജഷൻ പറഞ്ഞപ്പോഴാണ് മാച്ച് ബോക്സ് എന്ന ചാപ്റ്ററിൽ ആ ഒരു വുമണിന് നമ്മൾ കുറച്ച് സജഷൻ അല്ലെങ്കിൽ ആ വുമണിന് അല്ലെങ്കിൽ ആ ഹസ്ബൻഡിന് നമ്മൾ സജസ്റ്റ് ചെയ്യണം. എന്താണ് എങ്ങനായിരിക്കണം ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബോത്ത് റെസ്പെക്റ്റ് കൊടുക്കുക എന്ന രീതിയിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുക. ആ ഒരു അതിനകത്ത് വുമൺ അവരുടെ സാരി കത്തിക്കുന്നുണ്ടല്ലേ, അപ്പോൾ അതിനെതിരായിട്ട് അവർക്ക് എന്ത് അഡ്വൈസ് കൊടുക്കാം എന്ന രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഇവിടെ സജഷൻ എന്താണ്? യു ക്യാൻ ആഡ് 1 more row of seat inside the rickshaw, paste all the important telephone numbers, fix a large box on the side of rickshaw to keep luggage. ലഗേജ് വെക്കാനായിട്ട് റിക്ഷയുടെ സൈഡിൽ ഒരു ലാർജ് ബോക്സ് വെക്കുക. ഡബിൾ ഡക്കർ റിക്ഷ മേക്ക് ചെയ്യുക. അതുപോലെ തന്നെ 1 അതിൽ കൂടുതലോ സീറ്റ് റിക്ഷയിൽ തന്നെ ആഡ് ചെയ്യുക. ടെലിഫോൺ നമ്പേഴ്സ്, എല്ലാ ഇമ്പോർട്ടൻറ്റ് ടെലിഫോൺ നമ്പേഴ്സും അതിൽ പേസ്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ. അടുത്ത റീഡ് ദ എക്സ്ട്രാക്ട് ഫ്രം ദ 3 വീൽഡ് റവല്യൂഷൻ
ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. സോ ഒരു എക്സേർട്ട് തന്നേക്കാം. ഓക്കെ, ഇതുവരെ നമ്മൾ പോയത്തിലെ വരികളാണ് തന്നേക്കുന്നത്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇവിടെ ഒരു നമുക്ക് പഠിക്കാനുള്ള പാഠത്തിലെ ഒരു പാസേജ് തരികയാണ്. എന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു മൈ പ്രപ്പോസൽ റിക്ഷാസ് വെയർ ടു ബി റീഡിസൈൻ so that the spaces on the vehicle could be solved for the purpose of advertising, brand promotion. Also, I indicated that additional revenues could be made by selling products like water, juice, biscuit, mobile card, ellam karyangal parayunu. And I won show and was offered the seed money of rupees 150 lakh. Question endana? Whose proposal is mentioned above? Irfan Alam. How could a rickshaw puller make additional revenue? By selling water, juice, biscuit, karyangal ellam. Which phrase in the passage means money provided to set up or develop a business venture? അത് സീഡ് മണിയാണ് ഇവിടെ ആ ഒരു പാസേജിൽ പറയുന്നുണ്ടല്ലേ. I won the show and was offered the seed money of rupees 150 lakhs. ഓക്കെ, അടുത്ത ഒരു ഫോളോയിങ് പാസേജ് തരുന്നുണ്ട്. ഇത് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് ഇൻ്റർവ്യൂ. ഇർഫാൻ അലമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ കുറച്ച് ഇറേഴ്സ് ഉണ്ട്. ഐഡൻറ്റിഫൈ ദം ആൻഡ് എഡിറ്റ് പ്രോപ്പർലി എന്നതാണ്. വെൻ എ റിക്ഷ പുള്ളർ അപ്രോച്ച് സമ്മാൻ, അപ്രോച്ച് എന്നത് അപ്രോച്ചസ്, ആൻഡ് വി ഫസ്റ്റ് ഗോ ഇൻ ടു എ, അത് ഗോ ത്രൂ എ ആണ്. കാരണം വെരിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ അതിലൂടെ എന്നാണ്. ഗോ ഇൻ ടു എ അല്ല, ഗോ ത്രൂ എ വെരിഫിക്കേഷൻ പ്രോസസ്. ആൻഡ് ഓപ്പറേറ്റർ ഇസ് ദെൻ ഗിവിംഗ് ട്രെയിനിങ് ഓൺ ബേസിക് എറ്റിക്വറ്റ് ആൻഡ് ട്രാഫിക് റൂൾ. സോ ദ ഓപ്പറേറ്റർ ഇസ് ദെൻ ഗിവിംഗ് ട്രെയിനിങ് അല്ല, ദെൻ ഗീവൺ ട്രെയിനിങ് ആണ്. ഓക്കെ, അതിന് ശേഷം ഓപ്പറേറ്ററിന് ട്രെയിനിങ് നൽകി എന്നാണ്, ദെൻ ഗീവൺ. ഓക്കെ, അടുത്തത്, ഇഫ് യു ഹാവ് 2 ഓപ്ഷൻസ് ഓഫ് ബിക്കമിങ് എ ഗവൺമെൻറ് സർവൻറ്റ് ഓർ ആൻ എൻ്റർപ്രണർ, വിച്ച് വൺ വുഡ് യു പ്രിഫർ? എക്സ്പ്രസ് യുവർ തോട്ട്സ് ഇൻ എ പാരഗ്രാഫ്. ഇതാണ് 2023 മാർച്ച് 2023 അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്കൊരു ഗവൺമെൻറ് സർവൻറ്റ് ആവണോ അതോ ഒരു എൻ്റർപ്രണർ ആവണോ, നിങ്ങൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്? ഇറ്റ്സ് ജസ്റ്റ് അപ് ടു യു. അപ്പോൾ അത് ഗവൺമെൻറ് ആണ് അല്ല നിങ്ങൾക്ക് ജോലിയെങ്കിൽ, ഗവൺമെൻറ് ജോലിയാണ് ആവേണ്ടതെങ്കിൽ എന്താണ്, തീർച്ചയായും എന്താണ് എൻ്റർപ്രണർ എന്നത് ഒരു ആശയം ഇന്നത്തെ സൊസൈറ്റിയിലെ ആൾക്കാർക്ക് താല്പര്യമില്ല. അവളുടെ പെർസ്പെക്റ്റീവ്സ് വ്യത്യാസമാണ് അല്ലേ. എൻ്റർപ്രണർ എന്ന് പറയുമ്പോൾ അപ്പോൾ ജോലിയൊന്നും ഇല്ല അല്ലേ. ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ പിയൂൺ ആണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ലാസ്റ്റ് ഗ്രേഡ് ഓഫീസർ ആണെങ്കിലും ഗവൺമെൻറ് ജോലിയാണല്ലേ. ഓക്കെ, പക്ഷേ ഒരു എൻ്റർപ്രണറിന് ഇപ്പോൾ കിട്ടുന്ന സാലറി ആർക്കും അറിയില്ല. ഒരു വെല്ലായിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് എൻ്റർപ്രണർ ആണ്, ആൾക്കാർ അറിയാം അവൻ ബിസിനസ്സൊക്കെ നടത്തിയേക്കാണ് അല്ല അവൾ ബിസിനസ്സൊക്കെ നടത്തിയാണ് പോകുന്നത്. പക്ഷേ അല്ലാതൊരു സംരംഭകനാണ്, ഒരു ചെറിയ ബിസിനസ്സേ ഉള്ളെങ്കിൽ പറയത്തക്ക ജോലിയൊന്നുമില്ല, ഇങ്ങനെ ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കുന്നു എന്നേ പറയും. അപ്പോൾ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതലും ഗവൺമെൻറ് സർവൻറ്റ് എന്നേ പറയത്തുള്ളൂ. സോ 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എന്താണോ ചൂസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ചോയ്സാണ്. അതിന് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത് എന്ന റീസൺ ആണ് പറയേണ്ടത്. സോ ഞാനാണെങ്കിൽ ഞാൻ എൻ്റർപ്രണർ എന്നേ പറയും. ഓക്കെ, നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ പാസേജ് ഗിവൺ ബിലോ വിത്ത് ദ സ്യൂട്ടബിൾ വേർഡ്സ് സെലക്ടഡ് ഫ്രം ദോസ് ഗിവൺ ഇൻ ദ ബോക്സ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദ പ്രോഫിറ്റ് ഡാഷ് ദെയർ സെയിൽസ്, ദ പ്രോഫിറ്റ് ഫ്രം ദെയർ സെയിൽസ്, അവരുടെ സെയിൽസിൽ നിന്നുമുള്ള ഫ്രം, is split between them and someone. The money that rickshaw pullers earn by transporting the passengersനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിലൂടെ by is solely theirs. The revenues of our rickshaw pullers have increased 30% to 40%. 30% നിന്നും 40% to. അതുപോലെ തന്നെ revenues of our rickshaw pullers, ഞങ്ങളുടെ of our. അടുത്ത, ഇർഫാൻ അലം സേസ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീംസ്. കമൻറ്റ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇർഫാൻ അലം പറയുന്നു നമ്മൾ ഡ്രീംസ് അച്ചീവ് ചെയ്യണമെങ്കിൽ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക എന്ന ഒരു കാര്യം. സോ അത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡ്രീം ആൻഡ് ബട്ട് ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ടു അച്ചീവ് യുവർ ഡ്രീം. സോ ഡ്രീമിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ അച്ചീവിങ് സക്സസ് ഇൻ ലൈഫ്. ബട്ട് ഇഫ് എ പേഴ്സൺ ഡ്രീംസ് വെൽ ബട്ട് ഡസ് നോട്ട് ഡു എനിത്തിങ് ഇറ്റ് വിൽ നെവർ he will never fulfill his dream എന്നൊക്കെ പറഞ്ഞ് എഴുതുക. സോ ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം വി മസ്റ്റ് ഹാവ് ടു വർക്ക് ഫോർ അവർ ഡ്രീം. ഓക്കെ, both dreaming and doing hard work is for achieving it and important in life. We must calculate the risk and try to overcome it. Then we can achieve our dream. So it is equally important to take calculated risk to achieve our dream. നമ്മുടെ സ്വപ്നം നേടണമെങ്കിൽ നമ്മൾ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് എടുക്കണം. പക്ഷേ റിസ്ക് എന്ന് പറഞ്ഞാൽ കൈവിട്ട് കളി പാടില്ല. നമുക്കൊരു കാൽക്കുലേഷൻ വേണം.
എന്നാൽ മാത്രമേ നമ്മൾ ആ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ കഴിയൂ. ഓക്കെ, എന്താ പ്രോഫിറ്റിന് വേണ്ടി റിസ്ക് എടുക്കണം, പക്ഷേ റിമെമ്പർ കാൽക്കുലേറ്റഡ് റിസ്ക്. ഓക്കെ, you have dream of setting up a business of your own after studies, and you are getting inspired by Irfan Alam's view and idea. Draft a letter of inquiry to Saman Foundation asking for clarification of the doubts regarding financial investment of the organization and mode of operation, security of members, etc. സോ നിങ്ങൾ ഇവിടെ ഒരു ലെറ്റർ ഓഫ് എൻക്വയറി ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ലെറ്റർ ഓഫ് എൻക്വയറി ചിലപ്പോൾ എക്സാമിന് കാണും. ഓക്കെ, എന്തായാലും 80 മാർക്കിൻ്റെ എക്സാം അല്ലേ, അപ്പോൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യണ്ടേ. ലെറ്റർ ഓഫ് എൻക്വയറി തീർച്ചയായും കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, സോ എന്താണ്, അവരുടെ സമ്മാൻ ഫൗണ്ടേഷനിലേക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. എന്തിനാണ്? ആസ്കിങ് ഫോർ ദ ക്ലാരിഫിക്കേഷൻ ഓഫ് ഡൗട്ട്സ് റിഗാർഡിംഗ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ റിഗാർഡ് ചെയ്താണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഡിയർ ഇർഫാൻ അലം, I'm a great fan of yours after studying. ഓക്കെ, ലെറ്റർ എൻക്വയറി ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ ഫ്രം 1 ഡേറ്റും 2 ഒക്കെ വേണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് എഴുതിയിട്ടില്ല, പക്ഷെ നമ്മൾ എഴുതണം. ഓക്കെ, I'm a great fan of yours after studying about your entrepreneur skills, and you seem to have ingenious ideas and views about running a business. Okay, ഞാൻ തൻ്റെ ഒരു ഗ്രേറ്റ് ഫാനാണ്, ഞാൻ നിങ്ങളുടെ ഒരു ഗ്രേറ്റ് ഫാനാണ്. അതുപോലെ തന്നെ എൻ്റർപ്രനർ സ്കിൽസിനെ കുറിച്ചൊക്കെ അറിഞ്ഞപ്പോഴാണ് ഇത്രയും ഫാനും തോന്നിയത്. ആൻഡ് ഇപ്പോൾ ഒരുപാട് ഐഡിയാസും കാര്യങ്ങളും ഒക്കെ ബിസിനസ്സിനെ കുറിച്ച് ഉണ്ട് എന്നത് മനസ്സിലായി. ആൻഡ് ആ ഒരു ഐഡിയാസിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി. ഞാൻ എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു എൻ്റേതായ സ്വന്തമായൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. ആൻഡ് എനിക്ക് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കുറച്ച് സമയം കണ്ടെത്തി ഇതൊക്കെ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുമോ ഫൈനലി? അടുത്ത, ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ ഡു ഐ ഫൈൻഡ് സഫീഷ്യൻറ്റ് ക്യാപിറ്റൽ ഫോർ ദ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഫണ്ട് വേണം അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും, അല്ലെ സഫീഷ്യൻറ്റ് ഫണ്ട് എവിടുന്ന് കിട്ടും? nowadays huge funds are required for starting a new business and I am not financially sound. എനിക്ക് അങ്ങനെ ഫിനാൻഷ്യലി ഒരു അത്രയും പൈസയൊന്നും എൻ്റെ കയ്യിലില്ല. വിൽ ഐ ഗെറ്റ് ലോൺസ് ഫ്രം ബാങ്കിൽ നിന്ന് എനിക്ക് ലോൺ കിട്ടുമോ? വാട്ട് അബൌട്ട് ക്ലൗഡ് ഫണ്ടിങ് മീൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫണ്ടിങ് രീതിയാണ്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഷുഡ് ഐ സെറ്റ് അപ്പ് എ ബിസിനസ് ഓഫ് മൈൻ ഓൺ ഓർ ഷുഡ് ഐ ഫോം എ കമ്പനി ഓർ ട്രസ്റ്റ്? എൻ്റെ പേരിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുകയാണോ നല്ലത്, അതോ ഒരു കമ്പനിയായിട്ടോ ഒരു ട്രസ്റ്റായിട്ടോ കുറച്ച് പേര് ചേർന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്? അനദർ ആൻഷിയേറ്റീവ് ദാറ്റ് ബോദേഴ്സ് മീ ഈസ് ദ സെക്യൂരിറ്റി ഓഫ് ദ മെമ്പേഴ്സ്, ബോത്ത് ദ പാർട്ട്നേഴ്സ് ആസ് വെൽ ആസ് ദ വർക്കേഴ്സ്. എങ്ങനെയായിരിക്കും സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ? അതായത് ഒരാളിപ്പം പൈസ കറപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ വിചാരിച്ച കൂട്ട് ബിസിനസ് റണ്ണായില്ല, അപ്പോൾ അവർക്ക് പൈസ തിരിച്ചു കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുമോ സെക്യൂരിറ്റിക്ക് വേണ്ടി? സോ പ്ലീസ് ആൻസർ മൈ ക്വയറീസ് ആൻഡ് സപ്പോർട്ട് ആസ് ഇഫ് യു വുഡ് ഹെൽപ്പ് യുവർ ഓൺ യങ്ങർ ബ്രദർ. ഒരു സഹോദരനെ സഹായിക്കുന്ന കൂട്ട് എന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ്, താങ്ക് യു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, സിഗ്നേച്ചർ ഡെസിഗ്നേഷൻ. ഓക്കെ, and you have read the interview with Irfan Alam, the founder and chairman of Saman Foundation. Prepare a blog on Irfan's idea on entrepreneurship and means he adopted to execute his ideas, and the blog should be presented in such a way as to motivate the young budding entrepreneurs. Okay, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഇതിന് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കൂട്ട് തന്നെ നമ്മൾ ബ്ലോഗ് എഴുതുമ്പം I have read the interview, I have read the book, I have watched the movie എന്ന രീതിയിലാണ് ബ്ലോഗ് എഴുതുന്നത്. ബ്ലോഗ് എഴുതുന്നതിൻ്റെ രീതി, ഫസ്റ്റ് എ സക്സസ്ഫുൾ എൻ്റർപ്രനർ എന്താണ്, എന്തിനെക്കുറിച്ചാണ് എന്നത് ഫസ്റ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. അതിനുശേഷം ഡേറ്റിന് ശേഷം ഒരു സ്ലാഷ് ഇട്ട് എഴുതുന്ന ആരാണോ അവർ. ഓക്കെ, സോ എഴുതുന്ന ആളുടെ നെയിം, ഇവിടെ ഡേറ്റ്, ഇവിടെ ഹെഡിങ്, ടൈറ്റിൽ. ഇതാണ് ബ്ലോഗിൻ്റെ ആ ഒരു രീതി. ഐ ഹാവ് റെഡ് ദ ഇൻ്റർവ്യൂ വിത്ത് ഇർഫാൻ അലം ആൻഡ് ദ ഫൗണ്ടർ ആൻഡ് ദ ചെയർമാൻ ഓഫ് സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ആ ബ്ലോഗ് എഴുതി സ്റ്റാർട്ട് ചെയ്യുക. Okay, and I was greatly thrilled on reading about his new ideas, and he has implemented innovations such as advertising and providing mobile cards, newspaper, first aid കാര്യങ്ങളൊക്കെ വെക്കുന്നതിൻ്റെ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത അദ്ദേഹമാണ്. ഓപ്പറേറ്റേഴ്സിന് ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. അലം വാസ് ഓൾസോ ദ ഫസ്റ്റ് പേഴ്സൺ ടു ഇൻട്രൊഡ്യൂസ് പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷ ഇൻ ഇന്ത്യയിൽ പ്രീപെയ്ഡ് സൈക്കിൾ റിക്ഷ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി അലം തന്നെയാണ്. ആൻഡ് ഓൾസോ ഒരു ഫസ്റ്റ് ജനറേഷൻ എൻ്റർപ്രനർ എന്ന രീതിയിൽ അലമിൻ്റെ എഫേർട്ട്
ഇന്ത്യയിലെ പല താഴെത്തട്ടിലുള്ള ആൾക്കാരെ എംപവർ ചെയ്യാൻ സഹായിച്ചു. ആൻഡ് ഇന്ത്യ സോഷ്യൽ ഹൈറാർക്കി ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് വൈഡ്ലി. ബിസിനസ് ബാസിഗർ അവാർഡ് വിൻ ചെയ്തു. ആൻഡ് കോമ്പറ്റേറ്റീവ് റിയാലിറ്റി ടെലിവിഷൻ ഷോ ആണത്. അതുപോലെ ആൻഡ് ദ വേൾഡ് ബാങ്ക്സ് ഇന്നോവേഷൻ അവാർഡും കിട്ടി. അലം ഹാസ് ഓൾസോ ബീൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ ടൈംസ് ഓഫ് ഇന്ത്യ ആസ് വൺ ഓഫ് ദ ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ടോപ്പ് 30 യൂത്ത് ഐക്കൺസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു ടൈംസ് ഓഫ് ഇന്ത്യയിൽ. ആൻഡ് ഹീ ഈസ് എ ഗ്രേറ്റ് ഇന്നോവേറ്റർ. അതുപോലെ തന്നെ ഹി ഹാസ് ചേഞ്ച്ഡ് ദ ലൈഫ്സ് ഓഫ് പുവർ റിക്ഷ പുള്ളേഴ്സിൻ്റെ ലൈഫ് മാറ്റിമറിച്ചു. ആൻഡ് വി ക്യാൻ മേക്ക് ഹിം ആസ് അവർ റോൾ മോഡൽ. ദ ഫോമർ US പ്രസിഡന്റ് മിസ്റ്റർ ഒബാമ കോംപ്ലിമെൻറ്റഡ് ഹിം വിത്ത് ദ വേർഡ്സ് യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദാൻ മീ. എന്നേക്കാളും വലിയൊരു പാടുള്ള ജോബാണ് ചെയ്യുന്നത് എന്ന് മിസ്റ്റർ ഒബാമ വരെ പറഞ്ഞു. സോ ബ്ലോഗിൻ്റെ ലാസ്റ്റ്, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് നോക്കുക. ദ ബ്ലോഗ് ഷുഡ് ബി പ്രസൻറ്റഡ് ഇൻ സച്ച് എ വേ ആസ് ടു മോട്ടിവേറ്റ് ദ യങ് ബഡ്ഡിങ് എൻ്റർപ്രനേഴ്സ്. സോ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന രീതി വേണം നമ്മൾ ഈ ബ്ലോഗ് എഴുതിയേക്കേണ്ടത്. സോ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത എന്താണ്, പിന്നെ ഒരു എക്സോർട്ട് തന്നിരിക്കുകയാണ്, ഒരു എക്സ്ട്രാക്റ്റ് തന്നിരിക്കുകയാണ്. അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ട്. So the program developed very organically over years and like a soup made by chef tossing in what's needed. After each tasting, a blend all its own. The stock ingredients were basic English and maths, to that a dash of values, self-esteem and confidence. So ഇത് ഏതാ അറിയുമോ? ദീദി എന്ന ചാപ്റ്ററിലെയാണ്. ഓക്കെ, ആകാംക്ഷ. മറ്റേത് നമ്മുടെ 3 വീൽഡ് റവല്യൂഷനിൽ സമ്മാനാണ്, ഇർഫാൻ അലമാണ്. ദീദിയിൽ ആകാംക്ഷ ആൻഡ് അതിൽ ഷഹീൻ മിസ്രി എന്ന പെൺകുട്ടീനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ പൂവറായിട്ടുള്ള മുംബൈയിലെ സ്ലംസിലുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയും കാര്യങ്ങളൊക്കെയാണ്. സോ ഈ ഒരു എക്സ്ട്രാക്ട് വന്നിട്ട് വിച്ച് പ്രോഗ്രാം ഈസ് റെഫർഡ് ടു ഹിയർ? ആൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം നെയ്ഡ് ആകാംക്ഷ സെൻറ്റേഴ്സ് ഇസ് ബീങ് റെഫർഡ് ടു ഹിയർ. ഹൂ ആർ റെഫർഡ് ടു ആസ് ദ ഷെഫ്സ്? ആരെയാണ് ഷെഫ്സ് എന്ന് പറയുന്നത്? ദ വോളണ്ടിയേഴ്സ് ഹൂ വർക്ക് ഫോർ ആകാംക്ഷനെയാണ് ഷെഫ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത്, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ എക്സ്വേർഡ് ദാറ്റ് മീൻസ് നാച്ചുറലി. നാച്ചുറലി എന്ന വേർഡ് മീൻ ചെയ്യുന്നത് ഓർഗാനിക്കലി. ഓക്കെ, അടുത്ത, യു ആർ ഡൂയിങ് എ പ്രോജക്റ്റ് ഓൺ സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ്. ഇഫ് യു ആർ ഗിവൻ ദ ഓപ്പർച്യൂണിറ്റീസ് ടു ഇൻ്റർവ്യൂ ദ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഷഹീൻ മിസ്ട്രി, വാട്ട് വുഡ് യു ആസ്ക് ഹർ? ഓക്കെ, ഇതാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. അത് ഇപ്പോൾ അമിഗോ ബ്രദേഴ്സിലായാലും അതുപോലെ തന്നെ ബാൽവിൻ, ദ അവർ ഓഫ് ട്രൂത്ത് എന്നതിനകത്ത് ബാൽവിനെ ചോദ്യം ചെയ്യാനോ ഗ്രഷമിനെ ചോദ്യം ചെയ്യാനോ കിട്ടും. അതുപോലെ പല വ്യക്തികളെ, ഇർഫാൻ അലമിനെ ചോദ്യം ചെയ്യാൻ കിട്ടും. അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇത് 2023 മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. ഷഹീൻ മിസ്ട്രി ആയിട്ടൊരു ഇൻ്റർവ്യൂവിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. നമ്മൾ എന്തൊക്കെ ചോദിക്കും? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഓർ ഹൂ ഇൻസ്പയർഡ് യു ടു ബിഗിൻ ദ സോഷ്യൽ എൻ്റർപ്രൈസ്? ഈ ഒരു എൻ്റർപ്രൈസ് തുടങ്ങാനായിട്ട് ആരാണ് ഇൻസ്പിറേഷൻ ആയത്? എന്താണ് ഇൻസ്പയർ ചെയ്തത്? ഹാവിങ് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ യുവർ മൗത്ത്. വായിൽ വെള്ളിക്കരണ്ടി എന്ന് പറയത്തില്ലേ, വായിൽ വെള്ളി സ്പൂണുമായിട്ട് ജനിച്ച് ഒരു ലക്ഷൂറിയസ് ലൈഫ് ഉള്ള നിങ്ങൾ എന്തിനാണ് അതെല്ലാം മാറ്റിയിട്ട് ഇതിലേക്ക് വന്നത്? അല്ലെങ്കിൽ എന്ത് സന്തോഷമാണ് ഇതിൽ സ്ട്രീറ്റ് ചിൽഡ്രന് ആയിട്ട് മിക്സപ്പ് ചെയ്തതിൽ നിങ്ങൾ ഫൈൻഡ് ചെയ്തത്? ഹൗ ഡിഡ് യു ഗെറ്റ് ദ നെയിം ഓഫ് ആകാംക്ഷ ഫോർ യുവർ ഓർഗനൈസേഷൻ? നിങ്ങളുടെ ഈ ഓർഗനൈസേഷൻ ആകാംക്ഷ എന്ന പേര് എവിടെ നിന്ന് കിട്ടി? ഡു യു ഹാവ് എനി പ്ലാൻസ് ടു എക്സ്പാൻഡ് യുവർ സെൻറ്റേഴ്സ് ടു ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ മറ്റു പാർട്സിലേക്ക് ഈ ഒരു നിങ്ങളുടെ പ്ലാനിനെ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിനെ എക്സ്പാൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. അടുത്ത എഡിറ്റ് ദ പാസേജ് ആണ്. ദെയർ ഈസ് പീപ്പിൾ, ദെയർ ചെയ്യുമ്പോൾ ആറാണ്. ദെയർ ആർ പീപ്പിൾ ഹൂ ആർ ഡെയറിങ് ഇനഫ് ടു ഗോ ടു എനി എക്സ്റ്റെൻറ്റ് ടു പെർസ്യൂ ദെയർ THEIR their dreams. ഇത് ടോം മോഡൽ 2023 ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻ്റർവ്യൂ ഷഹീൻ മിസ്ട്രി. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ് ഷഹീൻ മിസ്ട്രീനെ ഇൻ്റർവ്യൂ ചെയ്യാൻ. അത് മാർച്ച് 2020 അടുത്തത്, ദ അവർ ഓഫ് ട്രൂത്ത് എന്ന ചാപ്റ്ററിലേക്ക് വരികയാണ്. കമൻസ്മെൻറ്റ് ഓഫ് ദ പ്ലേ എന്ന രീതിയിൽ നമുക്ക് പറയാൻ ഒരു ചാൻസ് തരും. അതായത് നമ്മളൊരു നാടകമാണ്. അപ്പോൾ നാടകം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറയല്ലേ, ഇന്ന റോള് വഹിക്കുന്നത് ഇന്ന ക്ലാസ്സിലെ ഇന്ന കുട്ടിയാണ്, അടുത്തത് ഈ റോള് വഹിക്കുന്നത് ഇന്ന ക്ലാസ്സിലെ ഇന്ന കുട്ടിയാണ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പറയുള്ളൂ. ആൻഡ് അവസാനം നമ്മൾ പറയും ഡു വാച്ച് ആൻഡ് എൻജോയ് ദ പ്ലേ എന്ന് പറഞ്ഞ ഒരു എൻഡും കൊടുക്കുക. കമൻസ്മെൻറ്റ് ഓഫ് ദ പ്ലേ അതാണ്. ഓക്കെ, അടുത്ത, മിസ്റ്റർ ഗ്രഷം, ദ ഓണർ ഓഫ് ദ ബാങ്ക്, ഹാസ് ബീൻ അറസ്റ്റഡ് ഫോർ മിസ്അപ്രോപ്രിയേറ്റിംഗ് ദ ഫണ്ട്സ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്.
ദ മീഡിയ റിപ്പോർട്ടഡ് ദിസ് ന്യൂസ് ആൻഡ് പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അടുത്ത ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ഇത്. വളരെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന രീതിയിൽ. സോ മിസ്റ്റർ അവർ ഓഫ് ട്രൂത്ത് എന്ന ചാപ്റ്ററിൽ ഗ്രഷമിൻ്റെ ബാങ്ക് റക്കിംഗ് ആണ് കാര്യങ്ങൾ. അപ്പോൾ ഗ്രഷം ആ ഒരു ഫണ്ട് മാനിപ്പുലേഷൻ കൺഫസ് ചെയ്തു എന്നത് ആണ് ലൈവ് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കേണ്ടത്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഗ്രഷം ദ പ്രസിഡൻറ്റ് ഓഫ് ബാങ്ക്. അപ്പോൾ ഇവിടെ സ്ഥലം പറഞ്ഞിട്ടില്ല. നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പം ഹെഡിങ് വേണം, സ്ഥലം വേണം. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് അബൌട്ട് ദ പ്ലേസ്. The Gresham, the president of bank, confessed that he was responsible for the manipulation of fund in the bank. ബാങ്കിലെ ഫണ്ടിൻ്റെ മാനിപ്പുലേഷനിൽ ആൾ തന്നെയാണ് റെസ്പോൺസിബിൾ എന്ന് എന്താണ് സ്റ്റേറ്റ് ചെയ്തു, ആൾ കൺഫസ് ചെയ്തു, പറഞ്ഞു. And following his confession, he has been arrested and he will be brought to trial at the earliest. ആൾ കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് ജയിലിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരികയും അതുപോലെ തന്നെ കോർട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. കാരണം കൂടുതൽ ഇനി ട്രയലിൻ്റെ ആവശ്യമില്ല, സമ്മതിച്ചല്ലോ. And although he claims that the clients will not lose any of the deposit. ആൾ ക്ലെയിം ചെയ്തു ഡെപ്പോസിറ്റ് ഒന്നും ക്ലയൻസിന് നഷ്ടമാകില്ല എന്ന് പറഞ്ഞെങ്കിലും ചെയ്തു പോയോ, വാട്ട് എ മിസ്ചീഫ് ഹി ഹാസ് ഡൺ ഇസ് അൺപാർഡണബിൾ. ചെയ്ത കുറ്റം ക്ഷമിക്കാൻ കഴിയാത്തതായതുകൊണ്ട് തന്നെ ജയിലിൽ ഒരു 7 years ഓഫ് ജയിലിൽ ഇംപ്രിസൺമെൻറ്റിന് തീർച്ചയായും വിധിക്കും എന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നും പറഞ്ഞ് ആ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അവിടെ തീരുകയാണ്. ഇത് ഫോമാ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, and I know that if I take this money from John Gresham, I do a dishonorable thing. These words clearly shows the Robert Baldwin and will never be influenced by any financial offers. Prepare a brief character sketch of Baldwin. ബാൽവിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് തീർച്ചയായും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബാൽവിൻ അതുപോലെ തന്നെ പല ചാപ്റ്ററിലെയും വ്യക്തികളുടെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതല്ല നിങ്ങൾ നോക്കുക, പല ചാപ്റ്ററിലെയും ക്യാരക്ടർ, അമിഗോ ബ്രദേഴ്സിലെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ഇപ്പോൾ തന്നെ ബാൽവിൻ പറഞ്ഞു, റോബർട്ട് ബാൽവിൻ്റെ പറഞ്ഞു. അതുപോലെ വേറെയും ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. അതിൽ ഫസ്റ്റ് നമ്മുടെ ഹൊറിഗലു എന്ന ചാപ്റ്ററിലെ ആ ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ ആ ഒരു അവരുടെയും ക്യാരക്ടർ, ആ ഒരു മെയിൻ വുമണിൻ്റെയും ക്യാരക്ടർ ചോദിക്കാം, ക്യാരക്ടർ സ്കെച്ച്. അങ്ങനെ പല എല്ലാവരുടെയും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ഫ്രണ്ട്ഷിപ്സ് ആസ് പ്രസിഡന്റ് ഇൻ സ്റ്റോറി ഓഫ് അമിഗോ ബ്രദേഴ്സ് ആൻഡ് പ്ലേ അവർ ഓഫ് ട്രൂത്ത്. അമിഗോ ബ്രദേഴ്സിലും അവർ ഓഫ് ട്രൂത്തിലും പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അമിഗോ ബ്രദേഴ്സിൽ ഫ്രണ്ട്ഷിപ്പിനെ കൂടുതൽ വാല്യൂ ചെയ്യുന്നു, എന്നാൽ അവർ ഓഫ് ട്രൂത്തിൽ മോറൽ പ്രിൻസിപ്പിൾസിനെയാണ് കൂടുതൽ വാല്യൂ ചെയ്യുന്നത്. The story Amigo Brothers present, ഇത് 2020 മാർച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, the story Amigo Brothers presents a friendship between two 17-year-old boys, Antonio Cruz and Felix Vargas. Both of them felt themselves to be brothers. രണ്ടുപേരും സഹോദരങ്ങളെ കൂട്ടാണ്, ഫ്രണ്ട്സ് ആണെങ്കിലും. And they always slept and ate and rapped. അവരെപ്പോഴും ഒരുമിച്ചാണ്. They had known each other since childhood. They got the chance to participate in a boxing competition. They fought fiercely as they were strangers. അവർ അപരിചിതരെ കൂട്ട് അവർ അടികൂടുകയും ഒടുവിൽ അവർക്ക് റിയലൈസ് ചെയ്തു, അതായത് മറ്റേനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഫ്രണ്ട്ഷിപ്പാണ്, ഫ്രണ്ട്ഷിപ്പ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദെയർ ലൈഫ് എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. ആൻഡ് റിസൾട്ടിന് വെയിറ്റ് ചെയ്യാതെ അവർ ആ റിങ് ആമിൽ തോളിൽ കൈയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് പവർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് മിസ്റ്റർ ഗ്രഷം വാസ് ദ ഹെഡ് ഓഫ് ദ ബാങ്ക്. ബാങ്കിൻ്റെ ഹെഡ് മിസ്റ്റർ ഗ്രഷം ആണ്. ആൻഡ് വേർ റോബർട്ട് ബാൽവിൻ ഹാഡ് വർക്ക്ഡ്. റോബർട്ട് ബാൽവിൻ വർക്ക് ചെയ്ത ബാങ്കിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് മിസ്റ്റർ ഗ്രഷം ആണ്. ആൻഡ് ദ ബാങ്ക് വാസ് റെക്ഡ് ആൻഡ് ദെയർ വാസ് എ സസ്പിക്ഷൻ അബൌട്ട് ദ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട്. ഫണ്ടിൻ്റെ മിസ്അപ്രോപ്രിയേഷൻ ആയിട്ടൊരു സസ്പിക്ഷൻ ഉണ്ട്, റോബർട്ട് ബാൽവിൻ ചെയ്തു എന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡൺ ബൈ മിസ്റ്റർ ഗ്രഷം ആൻഡ് ഹി വാസ് അറസ്റ്റഡ്. സോ ഗ്രഷം ഓഫർഡ് ബാൽവിൻ $100,000 ആസ് എ ബ്രൈബ്. $100,000 കൈക്കൂലിയായിട്ട് ഗ്രഷം കൊടുക്കാമെന്ന് ബാൽവിനെ ഓഫർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് പറയുക എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ മതി. ആൻഡ് വെൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആസ് ഓക്കെ. ബട്ട് ബാൽവിൻ ഡിഡ്ന്റ് അക്സെപ്റ്റ് ദ ഓഫർ അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം ആൾ സത്യസന്ധതയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഫ്രണ്ട്ഷിപ്പിനെയും മണീനേക്കാളും കൂടുതൽ സത്യസന്ധതയ്ക്കാണ് ഇമ്പോർട്ടൻസ്. അതാണ് മെയിൻ കാര്യം. അതുപോലെ ബാൽവിൻ എപ്പോഴും സത്യത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. സോ ബേസിക്കലി ഹീ ഈസ് വെരി ലവബിൾ ആൻഡ് കൈൻഡ്. ഹി നെവർ ട്രൈസ് ടു റിവീൽ എനി സീക്രറ്റ്സ് ടു ദ ന്യൂസ് പേപ്പർ. പക്ഷേ ന്യൂസ് പേപ്പറിൽ അവർ ചോദിച്ച സമയത്തൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളും സീക്രട്ടും ഒന്നും റിവീൽ ചെയ്തില്ല. കാരണം ഗ്രഷമിനോട് ഫ്രണ്ടിനോട് ഉള്ള ആ ഒരു റെസ്പെക്റ്റ് അവിടെ വെക്കുന്നുണ്ട്. എന്നാൽ ബാൽവിൻ ഓൾവേസ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ട്രൂത്ത്ഫുൾനെസ്. ബട്ട് ഗ്രഷം വാസ് എ ഗ്രീഡി. ഗ്രഷം ഭയങ്കര ഒരു ഗ്രീഡി അതുപോലെ തന്നെ കണ്ണിങ് ഫെലോ ആണ്.
and he committed a major crime and tried to conceal it by offering bribe to Baldwin. He's a man with corrupted mind, and the story The Hour of Truth give more importance to principles. Robert Baldwin was invited for a discussion by a leading television channel. How would you explain his innocence in the fund misappropriation issue at the bank? സോ റോബർട്ട് ബാൽവിൻ ഒരു ഡിസ്കഷനിൽ ടി വി ടെലിവിഷൻ ചാനലിലെ ഡിസ്കഷനിൽ വന്നേക്കാണ് എങ്ങനെയായിരിക്കും റോബർട്ട് ബാൽവിൻ തൻ്റെ നിരപരാധിത്വം അതിൽ പറയുന്നത്. ഓക്കെ, മാർച്ച് 2020 പറയുകയാണ്, I am Robert Baldwin, the secretary and working under the Mr. Gresham, and he was my boss and I never knew that he misappropriated money. ഞാൻ റോബർട്ട് ബാൽവിനാണ്, ഞാൻ സെക്രട്ടറിയാണ് നാഷണൽ ബാങ്കിൻ്റെ, ഞാൻ ഗ്രഷമിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ ബോസാണ് അദ്ദേഹം. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇതുപോലൊരു വലിയ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഫണ്ട് അവിടെ നടക്കുന്നതെന്ന കാര്യം. ആൻഡ് കറപ്റ്റഡ് നേച്ചർ ഹൈഡ് ചെയ്യാൻ വേണ്ടി ആൾ എന്ത് ചെയ്യാനും റെഡിയായിരുന്നു. ബാങ്ക് റക്ട് ആയ സമയത്താണ് ഞാൻ അറിഞ്ഞത് ഈ ഒരു ക്രൈസിസിനെ കുറിച്ച്. ഞാൻ എപ്പോഴും എൻ്റെ ഡെപ്പോസിറ്റേഴ്സിനെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്ന രീതിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് ബീൻ ഗുഡ് ആൻഡ് സിൻസിയർ ഫ്രണ്ട്സ് ആൻഡ് ഐ ഡു നോട്ട് റിവീൽ എനിത്തിങ് ടു ദ പേപ്പേഴ്സ് ടു അവോയ്ഡ് മീഡിയ. ഞങ്ങൾ രണ്ടുപേരും വളരെയധികം നല്ലൊരു സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പേഴ്സിനോട് ഞാൻ ഒരു തരത്തിലുള്ള സീക്രട്സും റിവീൽ ചെയ്യുന്നില്ല. ഞാനാണ് ഈ എല്ലാ കാര്യത്തിൻ്റെയും ഒരേ ഒരു ദൃക്സാക്ഷി. ആൻഡ് എല്ലാ സത്യങ്ങളും കോർട്ടിൽ പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്, ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ മിസ്റ്റർ ഗ്രഷം എനിക്ക് $100,000 ഓഫർ ചെയ്തു ജസ്റ്റ് ഈ 3 വേർഡ്സ് പറയാൻ. കാരണം ഐ ഡോണ്ട് നോ അറ്റ് ദ ടൈം ഓഫ് ഹിസ് ട്രയലിൻ്റെ സമയത്ത് ഐ ഡോണ്ട് നോ എന്ന വേർഡ് പറയാനായിട്ട് എനിക്ക് $100,000 ഗ്രഷം ഓഫർ ചെയ്തു. ആൻഡ് ഐ ഹാവ് ടു പ്രിറ്റൻഡ് ഓഫ് ഹാവിങ് എ പുവർ മെമ്മറി. എനിക്ക് ഓർമ്മയില്ല എന്ന രീതിയിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. ബട്ട് ഐ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു ട്രൂത്ത്ഫുൾനെസ് ദാൻ മണി. മണീനെക്കാട്ടും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് സത്യസന്ധതയ്ക്ക് തന്നെയാണ്. ആൻഡ് ഈവൻ മൈ ഫാമിലി സെഡ് ദാറ്റ് ദർ ഇസ് നത്തിങ് റോങ് ഇൻ അക്സെപ്റ്റിംഗ് ദ ബ്രൈബ്. ഫാമിലി വീട്ടുകാർ നേരെ പറഞ്ഞു പൈസ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല, കാരണം ജസ്റ്റ് ഇത്രയല്ലേ പറയുന്നുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഡെപ്പോസിറ്റേഴ്സിന് ഒരു പൈസയും ലോസ്റ്റ് ആവത്തില്ല. സോ എന്തുകൊണ്ടാണ് ജസ്റ്റ് പൈസ അക്സെപ്റ്റ് ചെയ്തുകൂടെ എന്ന് വീട്ടുകാർ വരെ പറഞ്ഞു. പക്ഷേ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിനെ ജയിലിൽ പോവാതെ രക്ഷിക്കാനും കഴിയും. പക്ഷേ എനിക്കെപ്പോഴും സത്യവും ന്യായമാണ് ജയിക്കുക എന്നതാണ് എൻ്റെ പ്രാധാന്യം. സോ എനിക്ക് ടീയേഴ്സ് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ആളുടെ കൺഫെഷൻ കേട്ടപ്പം. അതായത് എന്താണ് ആൾ തന്നെ ചെയ്ത് തെറ്റ് എന്ന് പറഞ്ഞ് കുറ്റം ഏറ്റു പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ തന്നെ കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. He knows that he has made a mistake and he is willing to accept the punishment. May God give Gresham the strength to face his shame gracefully. അപ്പം പറയണം, അദ്ദേഹത്തിന് അറിയാം